നമുക്കിന്ന് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾക്ക് വീഡിയോസ് പ്രയോജനപ്പെടുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫസ്റ്റ് വൺ, അക്കൗണ്ട് വിത്ത് നോ ട്രാൻസാക്ഷൻ ഇൻ ലാസ്റ്റ് 10 years ഈസ് കാൾഡ്. ആൻസർ അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. 10 വർഷമായി ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടുകളാണ് അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. 12 months അല്ലെങ്കിൽ 1 വർഷമായി ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടുകളെ ഇനാക്റ്റീവ് അക്കൗണ്ടുകൾ എന്നാണ് പറയുന്നത്. 12 months ആയിട്ട് ആ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടുകളെ ഇനാക്റ്റീവ് അക്കൗണ്ട് എന്നും 10 വർഷമായിട്ട് ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാത്തവയെ അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് എന്നും പറയുന്നു. അതുപോലെ തന്നെ 24 months അല്ലെങ്കിൽ 2 വർഷം ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടുകളെ ഇനോപ്പറേറ്റീവ് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഡോർമെന്റ് അക്കൗണ്ടുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ 10 വർഷമായത് അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, 1 വർഷമായത് ഇനാക്റ്റീവ് അക്കൗണ്ട്, 2 വർഷമായിട്ടും ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കാതെ കിടക്കുന്ന ഇനോപ്പറേറ്റീവ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡോർമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നു. ഇനി ഈ അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളെ ഡെഫ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതായത് RBIയുടെ ഒരു സ്കീമാണ് ഡെഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 വർഷമായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടക്കാതെ കിടക്കുന്ന ഈ അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടിനെ ഡെഫ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് ബാങ്കുകൾ ട്രാൻസ്ഫർ ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഡെഫ് അക്കൗണ്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് അക്കൗണ്ട് എന്നാണ്. ഇത് RBIയുടെ ഈ സ്കീമാണ്. ഇത് RBI ആരംഭിച്ചത് May 24, 2014 ഇനി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു വ്യക്തിയുടെ അക്കൗണ്ട് 10 വർഷമായിട്ട് ഒരു ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ ബാങ്ക് അത് ഡെഫ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ഇത്ര എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് കിടപ്പുണ്ടെന്നും പറഞ്ഞിട്ട് അദ്ദേഹം ബാങ്കിനെ സമീപിക്കുകയാണെങ്കിൽ ഈ ക്യാഷ് ഡെഫ് അക്കൗണ്ടിൽ നിന്ന് തിരിച്ച് നമുക്ക് ക്ലെയിം ചെയ്ത് എടുക്കാനും സാധിക്കും. അപ്പോൾ അക്കൗണ്ട് വിത്ത് നോ ട്രാൻസാക്ഷൻസ് ലാസ്റ്റ് 10 years ഈസ് കോൾഡ് അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. നെക്സ്റ്റ്, ദ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓഫ് ചെക്ക് ഈസ് മെൻഷൻഡ് ഇൻ വിച്ച് ആക്ട്? ഏത് ആക്ടിലാണ് ചെക്കിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് പറഞ്ഞിരിക്കുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിലാണോ, RBI ആക്ടിലാണോ, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലാണോ? ഏത് ആക്ടിലാണ് ഒരു ചെക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ആൻസർ നോവെയർ. ഒരു ആക്ടിലും ചെക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ്, ഓഫറിംഗ് അഡീഷണൽ സർവീസ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഈസ് കോൾഡ്. ആൻസർ ക്രോസ് സെല്ലിംഗ്. ഓഫറിംഗ് അഡീഷണൽ സർവീസ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഈസ് കോൾഡ് ക്രോസ് സെല്ലിംഗ്. The changes in market interest rate adversely affect a bank's financial condition is called. Answer interest risk. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലം ബാങ്ക്സിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഇൻട്രസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ലോൺസ് വെൻ ഡസ് അസറ്റ് ബിക്കം NBA? ആൻസർ ആഫ്റ്റർ 2 crop season of 6 months each. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ലോണുകളുടെ കാര്യത്തിൽ 2 crop സീസൺ കഴിയുമ്പോഴാണ് അസറ്റ് NBA ആയി മാറുന്നത്. നെക്സ്റ്റ്, പ്രൊവിഷൻ ഫോർ ലോസ് അസറ്റ്. ആൻസർ 100%. പ്രൊവിഷൻ ഫോർ ലോസ് അസറ്റ്. ആൻസർ 100%. നെക്സ്റ്റ്, ഇൻ 2012 വിച്ച് കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ടു റിവ്യൂ ദ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം? ആൻസർ TM ബാസിൻ കമ്മിറ്റി. നെക്സ്റ്റ്, മാക്സിമം ലോൺ എമൗണ്ട് അവൈലബിൾ അണ്ടർ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം? ആൻസർ 5 lakh. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം അനുസരിച്ചിട്ട് മാക്സിമം ലോൺ എമൗണ്ട് 5 ലക്ഷമാണ്. നെക്സ്റ്റ്, KYC norms have been introduced on the recommendation made by the Financial Action Task Force in. ആൻസർ 2009. 2009 ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ റെക്കമെൻഡേഷനിലാണ് KYC കൊണ്ടുവന്നത്. നെക്സ്റ്റ്, KYC ഗൈഡ്ലൈൻസ് ഇഷ്യൂഡ് അണ്ടർ ഇൻ വിച്ച് ആക്ട്? ഏത് ആക്ടിൻ്റെ കീഴിലാണ് KYC ഇഷ്യൂ ചെയ്തത്? ആൻസർ ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട്. നെക്സ്റ്റ്, ലോ റിസ്ക് കസ്റ്റമേഴ്സ് ഷുഡ് ബി ആസ്ക്ഡ് ടു അപ്ഡേറ്റ് KYC ഡീറ്റെയിൽസ് വൺസ് ഇൻ ഡാഷ് ഇയേഴ്സ്? ആൻസർ 10 വർഷം. ലോ റിസ്ക് കസ്റ്റമേഴ്സിന് KYC അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ബാങ്ക് പറയുന്നത് 10 വർഷം കൂടുമ്പോഴാണ്.
Next, KYC norms are made compulsory by RBI in ആൻസർ ഏപ്രിൽ 2010. ഏപ്രിൽ 2010 മുതലാണ് KYC RBI കമ്പൾസറി ആക്കിയത്. നെക്സ്റ്റ്, ഹൗ മെനി പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ കറൻ്റ്ലി വർക്കിംഗ് ഇൻ ഇന്ത്യ? ആൻസർ 12. 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത്. നെക്സ്റ്റ്, വെൻ ഡിഡ് RBI ഗ്രാൻഡ് ലൈസൻസ് ടു എസ്റ്റാബ്ലിഷ് സ്മോൾ ഫിനാൻസിംഗ് ബാങ്ക്സ്? ആൻസർ 17 സെപ്റ്റംബർ 2015. സെപ്റ്റംബർ 17, 2015 മുതലാണ് RBI സ്മോൾ ഫിനാൻസിംഗ് ബാങ്കുകൾക്ക് ലൈസൻസ് കൊടുത്തു തുടങ്ങിയത്. നെക്സ്റ്റ്, സെബി ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ? ആൻസർ 1992. സെബി ആക്ട് 1992. നെക്സ്റ്റ്, ഹൂ റെഗുലേറ്റ് ദ മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ? ആൻസർ സെബി. സെബി ആണ് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഏഷ്യ? ആൻസർ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഏഷ്യ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നെക്സ്റ്റ്, വിച്ച് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് ഇ ബാങ്കിങ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഇ ബാങ്കിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ബാങ്കാണ്? ആൻസർ ICICI. നെക്സ്റ്റ്, ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ക്യാൻ നൗ പാസ് ആൻ അവാർഡ് അപ് ടു -lakh. ആൻസർ 20 lakh. 20 lakh വരെയുള്ള എമൗണ്ടുകളിലുള്ള കേസുകളിലാണ് ബാങ്കിങ് ഓംബുഡ്സ്മാന് ഓർഡർ പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ബൈ? ആൻസർ RBI. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ബൈ RBI. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രസൻറ്റ് ഓംബുഡ്സ്മാൻ സ്കീം ലോഞ്ച്ഡ് ഇൻ 2021? ആൻസർ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രസൻറ്റ് ഓംബുഡ്സ്മാൻ സ്കീം ലോഞ്ച്ഡ് ഇൻ 2021? ആൻസർ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം. നെക്സ്റ്റ്, വിച്ച് കാർഡ് ക്യാൻ ബി യൂസ്ഡ് ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്? ആൻസർ ക്രെഡിറ്റ് കാർഡ്. വിച്ച് കാർഡ് ക്യാൻ ബി യൂസ്ഡ് ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്? ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും, പക്ഷെ നമ്മൾ അപ്പം തന്നെ ക്യാഷ് കൊടുക്കണില്ല, അല്ലേ? ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മൾ ആ ടൈമിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. നെക്സ്റ്റ്, ഫസ്റ്റ് ഫാക്ടറിംഗ് സർവീസ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ബൈ? ആൻസർ SBI. ഫസ്റ്റ് ഫാക്ടറിംഗ് സർവീസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ SBI. നെക്സ്റ്റ്, ഫസ്റ്റ് മർച്ചന്റ് ബാങ്കിങ് സർവീസ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ബൈ? ഗ്രീൻലൈൻസ് ബാങ്ക്. ഫസ്റ്റ് മർച്ചന്റ് ബാങ്കിങ് സർവീസ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ബൈ ഗ്രീൻലൈൻസ് ബാങ്ക്. നെക്സ്റ്റ്, ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു സ്റ്റാർട്ട് മർച്ചന്റ് ബാങ്കിങ് ഇൻ ഇന്ത്യ? ആൻസർ SBI. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു സ്റ്റാർട്ട് മർച്ചന്റ് ബാങ്കിങ് ഇൻ ഇന്ത്യ? ആൻസർ SBI. അപ്പോൾ മർച്ചന്റ് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ചോദിച്ചാൽ SBI ആണ്. എന്നാൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ബാങ്ക് ചോദിച്ചാൽ ഗ്രീൻലൈൻസ് ബാങ്ക് ആണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വാസ് പാസ്ഡ് ഇൻ? ആൻസർ 1872. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1872. റുപേ കാർഡ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ? ആൻസർ 2012. റുപേ കാർഡ് ലോഞ്ച് ചെയ്തത് 2012. ബൈ നൗ പേ ലേറ്റർ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ? ആൻസർ ക്രെഡിറ്റ് കാർഡ്. ബൈ നൗ പേ ലേറ്റർ ക്രെഡിറ്റ് കാർഡ്. Dash is a payment card embedded with a computer chip essentially functioning like mini computer on a card. Answer smart card. Next, Dash is a bank guarantee that a buyer's payment to a seller will be received on time and for the correct amount. Answer letter of credit.